അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനിയുള്ള ക്ലാസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായൊരു ദുആ, ഓരോ 5 വക്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം പഠിച്ചു വെച്ച് ചെറിയൊരു ദുആ നടത്താൻ കഴിഞ്ഞാൽ നാം വല്ലാത്ത ഭാഗ്യവാന്മാരായി മാറും, വല്ലാത്ത ഭാഗ്യം സിദ്ധിച്ച ആളുകളായി മാറും. ഇത്രയും മഹത്വമുള്ള ഒരു പ്രാർത്ഥനയാണ്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്ന സമയത്ത്, ദഅവത്തിന് വേണ്ടി അവിടെ നിന്ന് പറഞ്ഞയക്കുന്ന സമയത്ത് പറയാണ്, യാ മുആദ് വല്ലാഹി ഇന്നി ലഹുബ്ബുക. ഓ മുആദേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. സുമ്മ അവിടുന്ന് പിന്നെ ഊസീക്ക, അവിടുന്ന് വസിയത്ത് നടത്തുന്നു. സ്നേഹമുള്ളവരെ മറ്റു നാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് നമുക്കെയും അതിയ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അവിടുന്ന് അതിയായി ഗിഫ്റ്റായി അവിടുന്ന് വസിയത്ത് ചെയ്യുന്നു, യാ മുആദ് ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ ദുആഇനെ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ഈ ദുആ നിങ്ങൾ നടത്തണം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു പ്രാർത്ഥന എന്നുള്ളത് അത് ഇജാബത്ത് പ്രതീക്ഷിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്, സമയമാണ്. നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആഇന് വല്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ടാണ് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യുന്ന ദുആകൾ ഹദീസുകളിൽ വന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദുആകൾ തിരഞ്ഞെടുത്ത് പഠിച്ച് നിർവഹിക്കാൻ ശ്രമിക്കണം. കാരണം അത് ഉത്തരം പ്രതീക്ഷിക്കേണ്ട, ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ. ആ സമയത്ത് നിങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ദുആ നിങ്ങൾ നടത്തണം. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എന്താണ് പറയുന്നത്? അല്ലാഹു അഇന്നി, എനിക്ക് നീ സഹായിക്കണം, അലാ ദിക്രിക, നിന്നെ സ്മരിക്കുന്നതിൻ്റെ വിഷയത്തിൽ, നിന്നെ സ്മരിക്കുന്നതിൻ്റെ മേൽ, വശുക്രിക, നിനക്ക് നന്ദി ചെയ്യുന്നതിൻ്റെ മേൽ, വഹുസ്നി ഇബാദതിക, നല്ല നല്ല സൽക്കർമ്മങ്ങൾ, ധാരാളം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മേലിൽ എനിക്ക് നിന്റെ സഹായം വേണം റബ്ബേ എന്ന അർത്ഥം വരുന്ന ഈ ഒരു ദുആ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ സമ്മാനിച്ച ഈ ഒരു ദുആ അവിടെ നിന്ന് പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഈ ദുആ മറന്നുപോകാൻ പാടില്ല, അത് നടത്തണം. അങ്ങനെ തങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ മഹത്വം അത്രയും വലുതാണ്. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ പഠിച്ചു വെച്ച് ഈ ഒരു ദുആ നിസ്കാരങ്ങൾക്ക് ശേഷം നടത്തണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.